പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിൽ നിന്നും അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ നെഞ്ചിടിപ്പേറ്റുന്ന വാർത്തകളാണ് ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് അവകാശപ്പെടുന്ന അമേരിക്ക ഇറാന്റെ പ്രതിരോധത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുകയാണ്. മാസങ്ങളോളം ആസൂത്രണം നടത്തിയിട്ടും വെറും 2 ആഴ്ച കൊണ്ട് അമേരിക്കയുടെ ആയുധ ശേഖരം ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കാൻ പാടുപെടുകയും തീർന്നു പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇന്ന് ലോകം കാണുന്നത്. അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യൻ മണ്ണിൽ അടിപതറുന്നു എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറാന്റെ ആക്രമണം ഇത്ര ശക്തമായിരിക്കുമെന്ന് ട്രംപും വൈറ്റ് ഹൗസും സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. ഇസ്രായേലിനെയും മേഖലയിലെ തങ്ങളെ താവളങ്ങളെയും സംരക്ഷിക്കാൻ അമേരിക്ക തൊടുത്തുവിട്ട പ്രതിരോധ മിസൈലുകൾക്ക് കണക്കില്ല. എന്നാൽ ഇറാൻ തൊടുത്തുവിടുന്ന ഡ്രോണുകളെയും മിസൈലുകളെയും തടയാൻ നോക്കിയ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ മിസൈലുകളുടെ പ്രാദേശിക ശേഖരം ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും തീർന്നിരിക്കുകയാണ്. ഇതിനിടെ IRGC മേഖലയിലെ അമേരിക്കൻ റഡാർ സംവിധാനങ്ങൾ തകർത്തെറിഞ്ഞതോടെ അമേരിക്കയുടെ പ്രതിരോധ കോട്ടയിൽ വിള്ളലുകൾ വീണു കഴിഞ്ഞു. ആയുധങ്ങൾ തീർന്നു തുടങ്ങിയതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലേക്ക് അടിയന്തരമായി ആയുധങ്ങൾ എത്തിക്കാൻ തെക്ക് കിഴക്കനേഷ്യൻ സഖ്യകക്ഷികളോട് ട്രംപ് സഹായം അഭ്യർത്ഥിച്ചു. എന്നാൽ ട്രംപിനെ ഞെട്ടിച്ചുകൊണ്ട് തെക്ക് കിഴക്കനേഷ്യൻ രാജ്യങ്ങൾ ആ സഹായം നിരസിച്ചതായാണ് റിപ്പോർട്ടുകൾ. നയതന്ത്രപരമായുള്ള സമ്മർദ്ദം ചെലുത്തിയിട്ട് പോലും ഈ യുദ്ധത്തിൽ പങ്കുചേരുന്നില്ല എന്ന ഉറച്ച നിലപാടിലാണ് കിഴക്കനേഷ്യൻ രാജ്യങ്ങൾ. ഇത് ട്രംപിനെ കടുത്ത ദേഷ്യത്തിലും നിരാശയിലും ആക്കിയിരിക്കുകയാണ്. ആയുധങ്ങൾ അതിവേഗം തീരുന്നതും പുതിയവ എത്തിക്കാൻ കഴിയാത്തതും അമേരിക്കൻ സൈന്യത്തെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, അമേരിക്ക സേന ഇപ്പോൾ ഏറ്റവും വലിയ ലോജിസ്റ്റിക് സമ്മർദ്ദത്തിലാണ് എന്നും അവർ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ തങ്ങളുടെ ആക്രമണങ്ങൾ ഇനിയും ശക്തമാക്കിയാൽ പ്രതിരോധിക്കാൻ ആയുധങ്ങളില്ലാതെ അമേരിക്കക്ക് പിന്തിരിയേണ്ടി വരും. അമേരിക്ക ഫസ്റ്റ് എന്ന് വിളിച്ചു പറഞ്ഞ ട്രംപിനെ സ്വന്തം സഖ്യകക്ഷികളെ പോലും കൂടെ നിർത്താൻ കഴിയാത്തത് വൻ തിരിച്ചടിയായി മാറുകയാണ്. ഇത് വെറും ഒരു ആയുധക്ഷാമമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി ലോകത്തിനുമേൽ അമേരിക്ക പുലർത്തിപ്പോന്ന സൈനികാധിപത്യത്തിന്റെ അന്ത്യം കൂടിയാണ്. Waytonikah.com, the exclusive Muslim matrimonial site.